പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ പ്രധാന ചരിത്ര സംഭവമായ ഹിജ്റ യാത്രയുടെ ദൃശ്യാവിഷ്കാരം ഹിജ്റ എക്സ്പെഡിഷൻ അടിമാലി പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഷഫീഖ് ബുഖാരി, അബ്ദുർ റഹൂഫ് ബുഖാരി അധ്യക്ഷതയിൽ കൂടിയ യോഗം ശല്യാംപാറ മഹല്ല് ഖത്തീബ് നൌഷാദ് മിഫ്താഹി ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ പ്രധാന ചരിത്ര സംഭവമായ ഹിജ്റ യാത്രയുടെ ദൃശ്യാവിഷ്കാരമായ ഹിജ്റ എക്സ്പെഡിഷൻ അടിമാലി പഞ്ചായത്ത് ഹാളിലാണ് നടന്നത്. യോഗത്തിൽ ഷഫീഖ് ബുഖാരി, അബ്ദുർ റഊഫ് ബുഖാരി അധ്യക്ഷത വഹിച്ചു. ശല്യാംപാറ മഹല്ല് ഇമാം നൌഷാദ് മിഫ്താഹി ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഹിജ്റ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നാം പരിശോധിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയുണ്ടായി, ലൗലൽ ഹിജ്റതു ലകുൻതും റഅം മിനൽ അൻസാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയെ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഹിജ്റയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാറുകളുടെ കൂട്ടത്തിൽ ജനിക്കേണ്ട ആളായിരുന്നു, ഞാൻ മദീനയിൽ ജനിക്കേണ്ട ആളായിരുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് തന്നെ ആ പുണ്യമായ ഹിജ്റയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരും. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? ഹിജ്റ എന്ന് പറഞ്ഞാൽ വെടിയുക എന്നാണ് അതിന്റെ ഭാഷാപരമായ ഒരു അർത്ഥം. തന്റെ ജീവിതത്തിലെ എല്ലാം വെടിഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക എന്ന മഹത്തായ ഒന്നാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നൌമി അൽ ബുഖാരി ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടത്തി. വടക്കേ സിറ്റി ഇമാം സയ്യിദ് സുൽഫിദ്ദീൻ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയും സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ സമാപന പ്രാർത്ഥനയും നടത്തി. യോഗം കോർഡിനേറ്റർ റാഫി ജൗഹരി മുദ്രിസ്, അനസ് ജൗഹരി, മുഹമ്മദ് ഷെരീഫ് അൽ അർഷദി, അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, നൌഫൽ ബാഖവി, നിസാർ ബാഖവി, ഷഫീഖ് ബുഖാരി, മുഹമ്മദ് റാഫി ജൗഹരി, അനസ്, നൌഫൽ, അബ്ദുർ റഊഫ് ബുഖാരി, കെ എച്ച് അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അജാസ് കൊല്ലംകുടിയിൽ, കൺവീനർ റഫീഖ് 200 ഏക്കർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.